ഓം ചൊല്ലിഴും ഗണേശനും വാണിയും മുകുന്ദനും ചൊല്ലിന് പൗരാണികാചാര്യനാം വ്യാസൻ താനും സ്വർലോകാധിപൻ മുമ്പാമാശാധിപതികളും വല്ലായ്മയൊഴിച്ചു ഭൂദേവദൈവതങ്ങളും കല്യാണം വരുത്തുവാൻ നാരദ മുനീന്ദ്രനും എല്ലാരും അനുഗ്രഹിച്ചിടുവാൻ വന്നിക്കുന്നേൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം. ചിങ്ങമാസം ഇതിയാണ്, ഓണത്തിൻ്റെ മാസമാണ്, ശ്രീകൃഷ്ണ ജയന്തിയും വരുന്ന മാസമാണ്. അതുകൊണ്ട് ഭഗവാന്റെ തന്നെ സ്വരൂപമായ ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് ഒരു കഥ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഈ മാസം തുടങ്ങാം. അധികം പേരും ഭാഗവതം വായിക്കുന്നവരായിരിക്കും, സപ്താഹമൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. എന്നാലും ഭാഗവതം ഉത്ഭവിച്ചത് എങ്ങനെയാണ് എന്നത് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. അറിയുന്നവരും ഉണ്ടായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അറിയുന്നവരും ഒരു പ്രാവശ്യം കൂടി ഇത് കേൾക്കുക. ഭഗവാന്റെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതും വീണ്ടും വീണ്ടും കേൾക്കുന്നതും അത്രയും സന്തോഷകരമായിട്ടുള്ള കാര്യമാണല്ലോ. ശ്രീമദ് ഭാഗവതം വ്യാസഭഗവാനാണല്ലോ രചിച്ചത്. അദ്ദേഹം തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ ഭാഗവതം ഉത്ഭവിച്ച കഥ പറയുന്നുണ്ട്. പ്രഥമസ്കന്ധം 4, 5, 6 എന്നീ അധ്യായങ്ങളിലാണ് അത് പറയുന്നത്. ഈ അധ്യായങ്ങളെല്ലാം വളരെ ബൃഹത്തായ അധ്യായങ്ങൾ തന്നെയാണ്. ഓരോന്നിലും എത്ര ശ്ലോകങ്ങളുണ്ട് എന്ന് നോക്കുക നമുക്ക്. 4-ാമത്തെ അധ്യായത്തിൽ 33 ശ്ലോകമുണ്ട്. 5-ാമത്തെ അധ്യായത്തിൽ 40 ശ്ലോകങ്ങളുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ 39 ശ്ലോകങ്ങളുണ്ട്. ഈ ശ്ലോകങ്ങളിലൂടെയാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ വിശദമായിട്ടാണ് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം. പക്ഷെ നമ്മൾ അതിനെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു അബ്രിഡ്ജ്ഡ് ആയിട്ട് എന്ന് പറയുമല്ലോ, ആ രീതിയിൽ നമുക്ക് ഈ കഥ നോക്കാം. നമുക്ക് ഭാഗവതം ലഭിച്ചത് എങ്ങനെയാണ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കലിയുഗം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കലിയുടെ പ്രഭാവം കൊണ്ട് എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ കഷ്ടതകൾ അനുഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് മുനിമാരെല്ലാവർക്കും അവരുടെ മനക്കണ്ണിൽ അവർക്ക് ഭാവിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അവരത് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എന്നുള്ള ഒരു ചിന്തയിൽ നൈമിഷാരണ്യം എന്ന് പറയുന്ന അതിപാവനമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ട് ഒരു ദീർഘസത്രം കഴിക്കാനായിട്ട് അവർ ആരംഭിച്ചു. അങ്ങനെ അവിടെ എത്തി. ഇതുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 1, 2, 3 എന്നുള്ള പേരിൽ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അവിടെ. ഇതിലത്തെ കഥകളൊക്കെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും ഒന്ന് കാണുന്നു ഞാൻ പ്രതീക്ഷിക്കണം. ആ സത്രത്തിൽ എല്ലാ മുനിമാരും ഋഷിവര്യന്മാരും ഒക്കെ വന്നിട്ടുണ്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം കലിയുഗത്തിൻ്റെ പ്രഭാവത്തിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടണമല്ലോ, അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ എത്തിയ ഋഷിമാരിൽ പ്രമുഖനായ ഒരു ഋഷി ശൗനക മഹർഷി. ആ മഹർഷി ഋഗ്വേദത്തിലെ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം മുനികുലത്തിൻ്റെ കുലപതിയാണെന്നാണ് പറയുന്നത്. എപ്പോഴാണ് ഒരു ഋഷിയെ കുലപതി എന്ന് പറയുന്നത്? 1000 ശിഷ്യന്മാരുണ്ടായാൽ കുലപതിയായി. അപ്പോൾ കുലപതിയായ വലിയ പണ്ഡിതനായ അദ്ദേഹം വൃദ്ധനുമാണ്. അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹവും മറ്റുള്ള മുനിമാരും കൂടിയിട്ട് ഈ യാഗവും ഹോമവും ഒക്കെ നടത്താനാണല്ലോ അവിടെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് സൂതനോട് ശ്രീമദ് ഭാഗവതം പറയണം എന്ന് ആവശ്യപ്പെട്ടതാണല്ലോ. അങ്ങനെ ശൗനകാദികളും സൂതനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് ശ്രീമദ് ഭാഗവതം തന്നെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ശൗനകാദികൾ ചോദ്യം ചോദിക്കുന്നു, സൂതൻ അതിന് മറുപടി പറയുന്നു. അങ്ങനെ അതിലൂടെയാണ് നമുക്ക് ഈ കഥയും ലഭിക്കുന്നത്.
സൂതൻ എങ്ങനെയാണ് ഭാഗവതം അറിഞ്ഞത്? പണ്ടത്തെ കാലത്ത് പുസ്തകത്തിലൊന്നും അല്ലല്ലോ, വായ്മൊഴിയായിട്ട് ഗുരുക്കന്മാര് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. ആ ശിഷ്യന്മാരെ നിത്യം അത് പ്രാക്ടീസ് ചെയ്തിട്ട് അവർ ഓർമ്മയിൽ തന്നെ വെക്കുകയാണ്. അങ്ങനെ ഈ വ്യാസഭഗവാൻ ശ്രീമദ് ഭാഗവതം രചിച്ചിട്ട് തൻ്റെ സുപുത്രനായ ശ്രീ ശുഗന് പറഞ്ഞു കൊടുത്തു. ശ്രീ ശുഗൻ സാധാരണക്കാരനല്ല. ശ്രീ ശുഗൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന കഥകൾ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാനല് ഒന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ വീഡിയോ കാണാം. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പരീക്ഷിത്ത് മഹാരാജാവിന് മരണഭയം ഉണ്ടായപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, മരണഭയം മാറുന്നതിന് വേണ്ടിയിട്ട്. ഭഗവാനെ കുറിച്ച് അറിഞ്ഞാൽ മരണഭയം മാറി. ഭാഗവതത്തിൻ്റെ തത്വം മനസ്സിലായി കഴിഞ്ഞാൽ മരണഭയം മാറും. അപ്പം അങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവിന് ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സൂതനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സൂതന് ഭാഗവതം ലഭിച്ചത്. ആ സൂതനോടാണ് ഇപ്പോൾ ഈ മുനിവര്യന്മാര് സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കുന്നത്. അദ്ദേഹമാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഇനി വ്യാസഭഗവാനിലേക്ക് വരാം. വ്യാസഭഗവാനാണല്ലോ ശ്രീമദ് ഭാഗവതം രചിച്ചത്. അദ്ദേഹം പരാശര മഹർഷിയുടെ പുത്രനായിരുന്നു. വ്യാസഭഗവാന്റെ ജനനത്തെക്കുറിച്ചുള്ള രസകരമായ കഥ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആശ്രമമാണ് ബദര്യാശ്രമം. സരസ്വതി നദീ തീരത്താണ്. ഒരു ദിവസം അദ്ദേഹം സരസ്വതി നദിയിൽ തൻ്റെ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വളരെ ചിന്താമഗ്നനായിട്ട് കാണപ്പെട്ടു. എന്താ കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം ഋഷിയാണല്ലോ. അദ്ദേഹത്തിന് കടന്നുപോയ കാലത്തെക്കുറിച്ചും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചും ഒന്നും മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ടൈം ട്രാവൽ എന്നൊക്കെ ഇന്നത്തെ കാലത്ത് പറയുന്നുണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ പണ്ട് ഋഷിവര്യന്മാർ അനായാസം ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അവരുടെ തപോബലം കൊണ്ടാണ് അവർക്കത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ആലോചിച്ചത് എന്തായിരുന്നു? ഈ വരാനിരിക്കുന്ന യുഗത്തിൽ മനുഷ്യരാശിക്ക്, പൊതുവാ പറഞ്ഞാൽ എല്ലാ ജീവരാശികൾക്കും വലിയ കഷ്ടം വരാൻ പോവുകയാണ്. കലിയുഗം തുടങ്ങിയാൽ മനുഷ്യരുടെ ആയുസ് കുറയും, ആരോഗ്യം കുറയും, ധർമ്മനിഷ്ഠ കുറയും, ഗുരുഭക്തി കുറയും, മാതാപിതാക്കളോടുള്ള കടപ്പാട് മറക്കും, മറ്റ് സഹജീവികളോട് കാരുണ്യവും ദയവും എല്ലാം കുറയും. മനുഷ്യരിങ്ങനെ അധർമ്മികളായി തീരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. കാരണം അത് കലിയുഗത്തിൻ്റെ സ്വഭാവമാണ്. ഓരോരോ യുഗത്തിന് അതിൻ്റേതായ സ്വഭാവമുണ്ടല്ലോ. ആയുസ് കുറയാന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നേരത്തെ ഉള്ള യുഗങ്ങളിലൊക്കെ ആളുകളുടെ ആയുസ് എത്ര കൂടുതലാണ്? എത്രയോ 1000 വർഷങ്ങളാണ് അവർ ജീവിച്ചിരുന്നത്. ദശരഥ മഹാരാജാവ് രാജ്യം ഭരിച്ചത് എത്രയോ 1000 വർഷങ്ങളാണെന്ന് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 100-നടുത്തുള്ള ആയുസ് പോലും നമുക്കിപ്പോൾ ഇല്ലല്ലോ. കാലം കഴിയും തോറും ആയുസ് കുറയുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ മനുഷ്യരെ എങ്ങനെ രക്ഷിക്കണം? ഋഷിമാരൊക്കെ ലോക നന്മയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ മനക്കഷ്ടമുണ്ടായി, ക്ലേശമുണ്ടായി. എങ്ങനെയാണ് ഈ ജീവരാശികളെ രക്ഷിക്കുക, പ്രതിഷ്ഠ ജനങ്ങളെ രക്ഷിക്കുക എന്ന് അദ്ദേഹം ഇരുന്ന് ഒരുപാട് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് എന്തായിരുന്നു? വേദമാണ് അന്നുള്ളത്. അപ്പോൾ വേദത്തിൽ ഇതിനുള്ള വല്ല പ്രതിവിധികളുണ്ടോ എന്ന് അദ്ദേഹം ആരാഞ്ഞു. അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദയം ചെയ്തു. എന്താണ്? വേദത്തിൽ പറയുന്ന ഒരു വേദകർമ്മം ചാതുർഹോമം എന്നാണ് അതിന് പറയുന്നത്. ആ ഹോമം ചെറിയ രീതിയിലുള്ളൊരു കാര്യമൊന്നുമല്ല, വളരെ ബൃഹത്തായ ഒരു ഹോമമാണ്. അതിന് 4 പരിശുദ്ധരായിട്ടുള്ള പുരോഹിതന്മാരെ പ്രധാനികളായിട്ട് വേണം. പിന്നെ അതിന് പുറമെ അവരെ സഹായിക്കാൻ മറ്റ് കുറേ പുരോഹിതന്മാരും ആവശ്യമാണ്. ആ 4 പുരോഹിതന്മാരെ ഋത്വിക്കുകൾ എന്ന് പറയും. ഋത്വിക്കുകൾ
എന്നാണ് അവര് പറയുന്നത്. അവര് ആരൊക്കെയാണ്? ബ്രഹ്മാവ്, ഹോതാവ്, അധ്വർയു, ആഗ്നേന്ദ്രൻ എന്നിങ്ങനെ 4 പ്രധാന പുരോഹിതന്മാരാണ്. ഈ 4 പുരോഹിതന്മാർക്കും അവരവരുടേതായ ധർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ഹോമം ചെയ്യാന്ന് പറയുമ്പോൾ അതും ബൃഹത്തായ ഹോമമാണ്. അതിനെന്തൊക്കെ വേണം? സ്ഥലം തിരഞ്ഞെടുക്കണം. സ്ഥലത്തിൻ്റെ അളവ്, തോന്നിയമാതിരി അളവുള്ള സ്ഥലത്ത് അത് ചെയ്യാൻ പറ്റില്ല. അപ്പം സ്ഥലത്തിൻ്റെ അളവറിയണം. ഹോമകുണ്ഡം ഉണ്ടാക്കണം. ചമത പോലെയുള്ള സാമഗ്രികളൊക്കെ സംഭരിക്കണം. എന്താണോ ഹവിസായിട്ട് കൊടുക്കേണ്ടത് ആ പദാർത്ഥങ്ങളൊക്കെ സംഭരിക്കണം. ഇതിന് ആവശ്യമായ പാത്രങ്ങളൊക്കെ സംഭരിക്കണം. വേദോച്ചാരണം നടത്തിക്കൊണ്ടിരിക്കണം. പിന്നീട് ഈ ഹോമം എന്നുള്ള കർമ്മം തന്നെ നിർവഹിക്കണം. അപ്പോൾ ഇതെല്ലാം ശരിക്കും നടക്കുന്നുണ്ടോ എന്നുള്ളത് മേൽനോട്ടം വഹിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ 4 പ്രധാനമായിട്ടുള്ള പുരോഹിതന്മാര് ഈ ഓരോരോ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. ഇതിൽ മേൽനോട്ടം വഹിക്കുന്നത് ബ്രഹ്മാവാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ വേദപാരായണം നടത്തണമല്ലോ. വേദം വളരെ ബൃഹത്തായതാണ്. അപ്പോൾ അത് ചെയ്യുന്നതിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് വേദവ്യാസ മഹർഷി എന്ത് ചെയ്തു? വേദവ്യാസ മഹർഷിയുടെ പേര് കൃഷ്ണദ്വൈപായനൻ എന്നാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു? വേദത്തിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് 4 പകുത്തു. അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന് വേദവ്യാസൻ എന്നുള്ള പേര് ലഭിച്ചത്. അതായത് ടൈറ്റിലാണല്ലോ അത്. അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു? ഈ 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, പിന്നെ അഥർവവേദം, ഈ 4 വേദങ്ങളും 4 പ്രധാന ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. വേദത്തിനെ ഇങ്ങനെ 4ആയിട്ട് പകുക്കാൻ തന്നെ എത്ര വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും? പിന്നെ അതിനെ ക്രോഡീകരിച്ചതിന് ശേഷം ശിഷ്യന്മാർക്ക് പഠിപ്പിക്കാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? ദൈവകാര്യമാണ്. ഒരുപാട് കാലം ഇതിനു വേണ്ടി പണിപ്പെട്ടു. ശിഷ്യന്മാരെന്ത് ചെയ്തു? ശിഷ്യന്മാര് അതിനെ വീണ്ടും മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും സിംപ്ലിഫൈ ചെയ്തിട്ട് അവരുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ മേൽനോട്ടം വഹിച്ചു ആര്? വ്യാസഭഗവാൻ. ഈ ബൃഹത്തായ സേവ ചെയ്യാന് ഒരുപാട് സമയം അദ്ദേഹം എടുത്തു. ഇത്രയും കാലം ഈ പണി ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സമാധാനവും സന്തോഷവും ഉണ്ടാകണ്ടേ? അതുണ്ടായില്ല. അദ്ദേഹം ഭഗവാന്റെ തന്നെ അവതാരമാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മനസ്സ് തെളിഞ്ഞില്ല. തൻ്റെ ആത്മാവ് ഭഗവാനിൽ ലയിച്ചു എന്ന് തോന്നണ്ടേ? അങ്ങനെ തോന്നിയില്ല. വളരെ ദുഃഖിതനായിരുന്നു. അപ്പോൾ മഹാഭാരതം പോലെയുള്ള ഇതിഹാസങ്ങളും മറ്റു പുരാണങ്ങളും ഒക്കെ രചിച്ചു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് തെളിഞ്ഞില്ല, സന്തോഷം ഉണ്ടായില്ല. അദ്ദേഹം വളരെ വിഷണ്ണനായിട്ട് ആശ്രമത്തിലും നദീതീരത്തുമൊക്കെ ആയിട്ട് അദ്ദേഹം സമയം കഴിച്ചുകൂട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നാരദ മഹർഷി ആഗതനായി. നാരദ മഹർഷിയും ഭഗവാന്റെ അവതാരമാണ്. നാരദ മഹർഷിയെ കണ്ടതും വേദവ്യാസ മഹർഷിക്ക് കുറച്ച് സന്തോഷമുണ്ടായി. അങ്ങനെയൊക്കെയാണല്ലോ ഭക്തന്മാരെ എന്തെങ്കിലും തരത്തിൽ സങ്കടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും ഒരു രൂപത്തിൽ അവിടെ വന്ന് സഹായിക്കുമല്ലോ. അതുപോലെ ഇത് വലിയ ഭക്തന്മാരുടെ കാര്യമാണ് പറയണത്. നാരദ മഹർഷിയെ കണ്ടതും അദ്ദേഹം വണങ്ങി അദ്ദേഹത്തെ പൂജിച്ചു. ഇവിടെയാണ് 4ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. 5ാമത്തേതിലും 6ാമത്തേതിലും എന്താണ്? നാരദ മഹർഷി വേദവ്യാസ മഹർഷിക്ക് കൊടുത്ത ഉപദേശമാണ് അവിടെ പറയുന്നത്. ശ്ലോകങ്ങളുടെ എണ്ണമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ചുരുക്കി പറയാം. നാരദ മഹർഷി വേദവ്യാസ മഹർഷിയോട് പറഞ്ഞ കാര്യത്തിൻ്റെ ചുരുക്കം എന്തായിരുന്നു? നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് ഒരുപാട് ബൃഹത്തായ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അങ്ങ് ഭഗവാന്റെ ലീലകൾ വർണ്ണിച്ചില്ല. ഭഗവാന്റെ ലീലകൾ വർണ്ണിച്ചാൽ അങ്ങയുടെ മനസ്സിലെ സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് വേദവ്യാസ മഹർഷി അതിനെക്കുറിച്ച് ആലോചിച്ചത്. ശരിയാണല്ലോ, ഭഗവത് ലീലകൾ ഞാൻ ഇതുവരെയായും വർണ്ണിച്ചില്ല. ഭഗവാന്റെ ലീലകൾ വർണ്ണിച്ചാൽ മനസ്സിൽ സന്തോഷവും ആനന്ദവും ഉണ്ടാകുമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ നാരദ മഹർഷി തൻ്റെ മുജ്ജന്മങ്ങളെക്കുറിച്ച് പറഞ്ഞു.
നാരദ മഹർഷിയുടെ മുജ്ജന്മങ്ങളെ പറ്റിയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. മുജ്ജന്മങ്ങളിൽ ഒന്നിൽ നാരദ മഹർഷിക്ക് മുനിമാരെ സേവിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ചാതുർമാസ്യ കാലമായിരുന്നു. ആ സമയത്ത് മുനിമാരെവിടെയും യാത്ര ചെയ്യില്ല, അവരൊരു ഭാഗത്ത് തന്നെ ഇരിക്കും. അത്രയും കാലം മുനിമാർക്ക് സേവ ചെയ്യാനുള്ള ഒരു അവസരം നാരദ മഹർഷിക്ക് ലഭിച്ചു. അപ്പോൾ അവർ സംഭാഷണത്തിലൂടെ പറയുന്ന ഭഗവത് കഥകള് കേൾക്കാന് നാരദ മഹർഷിക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് നാരദ മഹർഷി വലിയ ഭക്തനായി തീർന്നത്. അപ്പോൾ നാരദ മഹർഷി വേദവ്യാസ മഹർഷിയോട് പറഞ്ഞു, അങ്ങ് ധ്യാനത്തിലിരുന്ന് ഭഗവത് ലീലകള് മനസ്സിൽ കാണുക, അത് ശ്രീമദ് ഭാഗവതമായി രചിക്കുക. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ച് ഇത് രചിക്കുക. ഇത്രയും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും യാത്രയായി. ഇതനുസരിച്ച് വേദവ്യാസ മഹർഷി ധ്യാനത്തിലിരുന്ന് ഭഗവാന്റെ ലീലകള് മനക്കണ്ണിൽ കണ്ട്, അതാണ് ഭാഗവതമായിട്ട്. ആ രചനയുടെ രൂപം എന്തായിരുന്നു? അതാണ് നേരത്തെ പറഞ്ഞത്. ശൗനകാദി മഹർഷിമാരും സൂതനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ നാരായണായ. ഹരേ കൃഷ്ണ. തെറ്റുകുറ്റങ്ങൾ പൊറുക്കണേ ഭഗവാനേ.